ഹലോ ഫ്രണ്ട്സ്, 2025 ഏപ്രിൽ 1 മുതൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ലേബർ ഗവൺമെന്റിന്റെ പുതിയ സ്പ്രിംഗ് ബജറ്റ് ഇപ്പോഴും വെളിയിൽ വന്നിരിക്കുന്നത്. നമ്മളുടെ ബ്രോഡ്ബാൻഡ് മുതൽ നമ്മുടെ TV ലൈസൻസ് മുതൽ നമ്മുടെ കൗൺസിൽ ടാക്സ്, നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ വാട്ടർ, കാർ ടാക്സ് എല്ലാത്തിൻ്റെയും റേറ്റ് ഈ ഒരു ഏപ്രിൽ 1 മുതൽ കൂടാനായിട്ട് പോകുന്നു. UK താമസിക്കുന്ന സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും വലിയ റിച്ച് പീപ്പിൾ ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ബജറ്റാണ് ഇപ്പോഴും വെളിയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് UK വലിയ ബുദ്ധിമുട്ടിൽ കൂടിയാണ് ജീവിച്ചു പോകുന്നത്. ഒരു ലേബർ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ പാവം പിടിച്ച ആൾക്കാർക്ക് വളരെയധികം അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇവിടെ UK വന്നിട്ടുള്ള മലയാളികളായ ഈ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവർ കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ UK എന്തെങ്കിലുമൊക്കെ ഇതിന് ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ഇതേപോലുള്ള പുതിയ ഇടാകൂടങ്ങൾ നമ്മുടെ മുകളിലേക്ക് വരുന്നത്. 2025 ഏപ്രിൽ 1 മുതൽ നമ്മൾ നോക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അറിഞ്ഞുകൊള്ളുന്ന 2025 ഏപ്രിൽ 1 മുതൽ നമ്മളുടെ നാഷണൽ മിനിമം വേജ് 11.40 ആയിരുന്നു 12.21 വർദ്ധിക്കാനായിട്ട് പോകുന്നു. ആഴ്ചയിൽ ഒരു 25 പൗണ്ട്, മാസത്തിൽ ഒരു 100 പൗണ്ട്, ഏകദേശം ഒരു 1400 പൗണ്ടോളം നമുക്ക് വർഷത്തിൽ വർദ്ധിക്കാനായിട്ട് പോകുന്നു. ഒരു 1400 പൗണ്ട് വർദ്ധിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഇൻകം ഒന്നും കൂടാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെങ്കിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിളായിട്ട് വർദ്ധിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനിയുടെ കാണാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 600 ബില്യൺ പൗണ്ടാണ് അടുത്ത 5 വർഷം കൊണ്ട് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. OBR പറഞ്ഞതനുസരിച്ച്, ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു 30 ബില്യൺ പൗണ്ടിന്റെ വർധനവാണ് അവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ് വർദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അത് UK സാധാരണ ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് യാതൊരു ഫലവും ഉണ്ടാകുന്ന കാര്യമല്ല. കാരണം ചൈൽഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PR ലഭിച്ചതിന് ശേഷം മാത്രമാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ചൈൽഡ് ബെനിഫിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വാങ്ങുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ PR എടുക്കുന്ന സമയത്ത് അത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതൊക്കെ എല്ലാവർക്കും മതി. ഏകദേശം ഒരു 40 മില്യൺ ആൾക്കാർക്കോളം ഇതിൻ്റെ ഒരു ഗുണം ഉണ്ടാകാനായിട്ട് പോകുന്നു. ഇത് നോക്കുമ്പോഴും വലിയ വർധനമൊന്നും ഉണ്ടാകത്തില്ല. ഏകദേശം ഒരു 1.7% വർധനവാണ് ഈ ഒരു ചൈൽഡ് ബെനിഫിറ്റിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു കുട്ടിക്ക്, അത് ആദ്യത്തെ കുട്ടിക്ക് ഏകദേശം ഒരു 25.60 ആയിരുന്നു ഒരാഴ്ച കിട്ടിയിരുന്നെങ്കിൽ ഇനിയിപ്പോഴേ 26 പൗണ്ട് 5 പെൻസായിട്ട് അത് വർദ്ധിക്കാനായിട്ട് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ പരിധി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒപ്പ് ശേഖരണമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഈ ഒരു ഒപ്പ് ശേഖരണത്തിൽ പങ്കാളികളായത്. നമുക്കറിയാം, പാർലമെൻറ്റിൽ അത് ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളുടെ പേഴ്സണൽ അലവൻസ് എന്ന് പറഞ്ഞാൽ 12,570 പൗണ്ടാണ്. അത് 20,000 പൗണ്ട് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു അവർ റിക്വസ്റ്റ് ചെയ്തത്. ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ അതിനകത്തിൽ ഒപ്പിട്ട് പാർലമെന്റിലേക്ക് പോയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ചാൻസലർ ആയിരിക്കുന്ന റേച്ചൽ റീവ്സിന്റെ ഈ ഒരു സ്പ്രിംഗ് ബജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു പേഴ്സണൽ ഇൻകം അലവൻസ് 12,570 ആയിട്ട് നിലനിർത്തിയിരിക്കുന്നു. അതായത് ഗവൺമെന്റിന് ഇത്രയും പൈസയുടെ ആവശ്യമുള്ള ഒരു സമയത്ത് ഒരു കാരണവശാലും അവർ 20,000 കൊണ്ടുപോകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു 12,570 നിന്ന് വ്യത്യസ്തപ്പെടുത്തിയുള്ള ഒരു 1,000-2,000 പൗണ്ട് കൂട്ടി ഒരു 15,000 ചില്ലുവാനാക്കി ആക്കുവാണെന്നുണ്ടെങ്കിലും മിനിമം നമ്മളിപ്പോൾ ഒരു 15,000 പൗണ്ടൊക്കെയാണ് നമ്മൾ ഏൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടാക്സ് 1 പൗണ്ട് പോലും അവർ കട്ട് ചെയ്യാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷെങ്കിൽ ഗവൺമെന്റ് കൂടുതൽ ആൾക്കാരെ ഈ ഒരു ടാക്സിന്റെ ഈ ഒരു ലിമിറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിക്കും. അതുകൊണ്ട് തന്നെ റേച്ചൽ റീവ്സ് ബുദ്ധിപരമായിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണൽ ഇൻകം ടാക്സ് 12,570 നിന്ന് 1 പെൻസ് പോലും കൂട്ടിയില്ല. നമുക്കറിയാം, ഏകദേശം ഒരു 12,570 പൗണ്ട് വരെ നിങ്ങൾ ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് 1 പെൻസ് പോലും നിങ്ങൾ കൊടുക്കണമെന്ന കാര്യമില്ല. പക്ഷെങ്കിൽ 12,571 പൗണ്ട് മുതൽ ഏകദേശം ഒരു 50,270 പൗണ്ട് വരെയാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളെ സാധാരണ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സാലറിയാണ് ഈ ഒരു 12,570 പൗണ്ട് മുതൽ ഈ ഒരു 50,270 പൗണ്ട് എന്ന് പറയുന്നത്. സാധാരണ ഒരു നേഴ്സിന് അല്ലെങ്കിൽ സാധാരണ ഒരു എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ
സാധാരണ ഒരു ടീച്ചർക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ ഒരു പരിധിയാണ് ഈ ഒരു 12,570 മുതൽ 50,270 പൗണ്ട് വരെ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് 20% ആണ് ഇത്രയും നാൾ കട്ട് ചെയ്തുകൊണ്ട്. പക്ഷേ ആ ഒരു 20% ആയിരിക്കും ഇനിയും കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നാൽ 50,271 മുതൽ ഏകദേശം 1,25,140 പൗണ്ട് വരെ ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് 40%, അതിന് മുകളിലുള്ളവർക്ക് 45% ടാക്സ് ഇപ്പോൾ ഡിഡക്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം മുകളിൽ സാലറി ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സണൽ ടാക്സ് അലവൻസ് ഉണ്ടായിരിക്കുന്നതല്ല. അതായത് 1 ലക്ഷത്തിൽ കൂടുതലാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്. നമ്മൾ സാധാരണയുള്ള ആൾക്കാർ ഇത് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഹൈ ലെവലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, എക്സിക്യൂട്ടീവ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ 1 ലക്ഷം പൗണ്ടിലൊക്കെ കൂടുതൽ പെർ ഇയർ വരുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരാൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സണൽ ടാക്സ് അലവൻസ് ഈ 12,570 പൗണ്ട് ടാക്സ് ഫ്രീ എന്നുള്ളത് അവർക്ക് ഇനി ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ചാൻസലറായിരിക്കുന്ന റേച്ചൽ റീവ്സ് ഏകദേശം ഒരു 5 ബില്യൺ പൗണ്ടോളം ക്ഷേമ പദ്ധതികളൊക്കെ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഡിസബിലിറ്റി ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന ധാരാളം ഇതുപോലുള്ള ബെനിഫിറ്റുകളാണ് അവർ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും OBR പറയുന്ന 2029-30 ആകുമ്പോഴേക്കും ഇത്രയും വെട്ടിച്ചുരുക്കിയാൽ തന്നെ നിങ്ങളൊരു 3 ബില്യൺ പൗണ്ടിൽ കൂടുതൽ പോകത്തില്ലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പോൾ കൂടുതൽ വെട്ടിച്ചുരുക്കലുകളിലേക്ക് ഇപ്പോൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു മിനി ബജറ്റിന് ശേഷം നമ്മൾ കാണുന്നത്. ധാരാളം ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ ഇന്നലെ തന്നെ TV ഒക്കെ ശ്രദ്ധിച്ചിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതാണ്. ഇതേപോലെയുള്ള ഡിസബിലിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ആൾക്കാർ വലിയ രീതിയിലുള്ള പ്രൊപ്പഗാണ്ടയായിട്ടൊക്കെ ഇപ്പോഴും വെളിയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാർ ഞാൻ ഡിസേബിൾ ആണ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് സാലറി മേടിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് പൈസ വാങ്ങുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് 12 മണിക്കൂറും ജോലി ചെയ്തിട്ട് നമ്മളുടെ ടാക്സ് മേടിച്ചിട്ടാണ് ഇതുപോലുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോഴും ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അങ്ങനെയുള്ള വരുന്ന ആൾക്കാർക്ക് ഇനി പുതിയ വീടുകളൊക്കെ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് ഇപ്പോഴും ആവിഷ്കരിക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ടാക്സിൽ നിന്ന് പോകുന്ന പൈസയാണ്. നമ്മളെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ വാങ്ങുമ്പോഴുണ്ടായിരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. അതായത് നിങ്ങളൊരു ഫസ്റ്റ് ടൈം ബയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4.25 ലക്ഷം പൗണ്ട് വരെയാണ് നിങ്ങളൊരു വീട് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇത്രയും നാൾ നൽകേണ്ടതില്ലായിരുന്നു. ഇനിയിപ്പോഴേ 2025 ഏപ്രിൽ 1 ശേഷമാണ് നിങ്ങൾ വീട് വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ലാതാകുന്നത് 3 ലക്ഷത്തിലേക്ക് കുറച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിനിയിപ്പോൾ 3.5 ലക്ഷം പൗണ്ടിൻ്റെ ഒരു വീടാണ് നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങുന്നതെങ്കിൽ 3 ലക്ഷം വരെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു എക്സ്ട്രാ വരുന്ന 50,000-ന് ഒരു 2% നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകണം. ഈ ഒരു ഫസ്റ്റ് ടൈം ബയർ അല്ലായിരുന്ന ആൾക്കാർക്ക് വീടുകൾ വാങ്ങുമ്പോൾ 2,50,000 വരെയായിരുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടി ഓഫ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഏപ്രിൽ 1 മുതൽ അത് 1.25 ലക്ഷമാക്കി കുറച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 1.25 ലക്ഷത്തിന് മുകളിൽ എത്ര വീട് വാങ്ങുന്നോ അത്രയത്തിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി 2% നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് 1.25 ലക്ഷം മുതൽ 2.5 ലക്ഷം പൗണ്ട് വരെയാണ് നിങ്ങൾ ഇനി വീട് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ 2%, 2.5 ലക്ഷം മുതൽ 9.25 ലക്ഷം വരെയാണ് നിങ്ങളൊരു വീട് വാങ്ങുന്നതെങ്കിൽ 5% ആയിരിക്കും നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. പുതുതായിട്ട് വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഇത് നമ്മളെ ബാധിക്കത്തില്ല. കാരണം ഇപ്പോൾ ലണ്ടനിലോ അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജിലോ ഒക്കെ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ വീട് തന്നെ ഒരു 2 ബെഡ്റൂം ഒക്കെ മേടിക്കുമ്പോഴും ഏകദേശം ഒരു 3 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരു 2 ബെഡ്റൂം 3 ബെഡ്റൂം ഒക്കെ മേടിക്കുമ്പോഴും ഒരു 3 ലക്ഷത്തിന് താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ 3 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഓരോ പൗണ്ടിനും നിങ്ങൾ 2% സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ UK താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഏപ്രിൽ 1 മുതൽ നമ്മളുടെ TV-യുടെ ലൈസൻസ് ഏകദേശം 5 പൗണ്ട്, കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ 5% വർദ്ധിക്കാനായിട്ട് പോകുന്നു. അതേപോലെയൊക്കെ തന്നെ കാർ ടാക്സ് വർദ്ധിക്കാനായിട്ട് പോകുന്നു. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളുടെയും വില ഇനി വർദ്ധിക്കാനായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മൾ 1.5 പൗണ്ടിനൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾക്ക് ഇനിയിപ്പം 1.25 2 ഒക്കെ ആയിരിക്കും. കാരണം അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ വില വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് തന്നെ ചിലവാക്കുക. കാരണം ഇനി കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇത്ര പൈസയേ ഉള്ളൂ. പക്ഷേങ്കിൽ ചിലവ് ഏറിയാണ് വരുന്നത്. അങ്ങനെ എന്തൊക്കെ
എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും UK താമസിക്കുന്നത് വലിയ ദുഷ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഓവർ ടൈം ഒക്കെ ചെയ്ത് നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാനേജ് ചെയ്യുക, അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്തായാലും നമ്മളിവിടെ വന്നു പോയി, നമ്മളിവിടെ ജീവിച്ചു തുടങ്ങി, വീടൊക്കെ മേടിച്ച ധാരാളം ആൾക്കാരുണ്ട്. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ പറ്റുള്ളൂ. കുറച്ചുകൂടെ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ടൊക്കെ ജീവിക്കാം, അത്രേ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും വേണം. നന്ദി, നമസ്കാരം.